9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ബീഹാറിൽ ഇന്ന് ചരിത്രമാണ്. നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നു. രണ്ട് ഉപമുഖ്യമന്ത്രിമാർ BJP-യിൽ നിന്ന്, ഒപ്പം ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ അധികാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ തീരുമാനം ഇന്നുണ്ടാകും എന്ന് മനസ്സിലാക്കണം. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം വളരെ വേഗത്തിൽ വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കാം. ബീഹാറിൽ ചരിത്രം കുറിക്കാൻ നിതീഷ് കുമാർ 10ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ. ചടങ്ങാഘോഷമാക്കാൻ NDA. 2 ഉപമുഖ്യമന്ത്രിമാർ BJP-യിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്തിരുന്ന 10 പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ട്. 3 കശ്മീരിൽ ഉൾപ്പെടെ 10 പേരെ കാണാനില്ലെന്ന വിവരമാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ പങ്കുവെക്കുന്നത്. 200ഓളം പേർ ED-യുടെ നിരീക്ഷണത്തിലെന്നും വിവരമുണ്ട്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാൻ നിർണായക നീക്കങ്ങളുമായി ബംഗ്ലാദേശ്. സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീൽ ഉൽ റഹ്മാൻ ഇന്ത്യയിൽ. അജിത് ഡോവലുമായി ചർച്ച. നിലപാട് വ്യക്തമാക്കാതെ ഇന്ത്യ. കോഴിക്കോട് കല്ലായിയിൽ VM ബിനുവിന് പകരം കാളകണ്ടി ബൈജു UDF സ്ഥാനാർത്ഥി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് ബൈജു. VM ബിനുവിന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനാർത്ഥി. ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ജാഗ്രത കാണിക്കുന്ന കണ്ടെത്തലിൽ കൗൺസിലർ രാജേഷിന്റെ രാജി DCC എഴുതി വാങ്ങി. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി ഇന്ന്. രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ച് വിധി പറയും. പരമോന്നത കോടതി വിധി പറയുന്നത് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചതിൽ. ലെബനനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ. 4 ഗ്രാമങ്ങളിൽ വ്യാപക നാശനഷ്ടം. ആക്രമിച്ചത് പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പെന്ന് ലെബനൻ. നടിയെ ആക്രമിച്ച കേസ് ഇന്ന് വീണ്ടും വിചാരണ കോടതിയിൽ. അന്തിമ വിധി പ്രസ്താവത്തിന്റെ തീയതി പ്രഖ്യാപിച്ചേക്കും. വിധി വരുന്നത് 7 വർഷങ്ങൾക്ക് ശേഷം. തദ്ദേശപ്പോര് കനക്കുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ വരെ. വിമതശല്യത്തിൽ വലഞ്ഞ മുന്നണികൾ. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. ദർശനം കർശന നിയന്ത്രണങ്ങളോടെ. സ്പോട്ട് ബുക്കിംഗ് 5000 ചുരുക്കി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, ബീഹാർ മുഖ്യമന്ത്രി പദവിയിൽ റെക്കോർഡിട്ട് JDU നേതാവ് നിതീഷ് കുമാർ. 10ാം തവണയും സംസ്ഥാന മുഖ്യമന്ത്രിയായി നിതീഷ് ഇന്ന് അധികാരമേൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, NDA സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, നേരത്തെ LJPക്ക് ഒരു ഉപമുഖ്യമന്ത്രിയൊക്കെ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ കേട്ടിരുന്നു. ഒപ്പം കൂടുതൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള വിവരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 22-23 പൗരന്മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു അവസ്ഥയാണ്, സാഹചര്യമാണ്. പിന്നീട് മന്ത്രിസഭാ വികസനം എന്നുള്ളതാണ്. എത്ര തയ്യാറെടുപ്പുണ്ട് ബീഹാറിൽ? കാരണം ഐതിഹാസികമായ ഒരു വിജയത്തിന് ശേഷമുള്ള ചടങ്ങാണല്ലോ. തീർച്ചയായും, അതായത് പ്രതീക്ഷിച്ചതിലും വലിയ വിജയം, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും കവച്ചുവെക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വിജയമായിരുന്നു ബീഹാറിൽ NDA സഖ്യത്തിന് നേടാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രൗഢഗംഭീരമായ രീതിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത്രത്തോളം പേർ പങ്കെടുക്കും. പ്രമുഖരായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ചടങ്ങിനെത്തുമെന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഘടകകക്ഷി നേതാക്കൾ, കേന്ദ്ര മന്ത്രിമാർ, ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള മറ്റ് അതിഥികൾ തുടങ്ങിയവരൊക്കെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഭാഗമാവുകയും ചെയ്യും. നിതീഷ് കുമാർ 10ാം തവണ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലുന്നതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം 22 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് 10 പേർ JDU നിന്നുള്ളവരായിരിക്കും, 9 പേർ BJP-യിൽ നിന്നും, ഒപ്പം തന്നെ ഈ തരത്തിൽ ചിരാഗ് പാസ്വാന്റെ LJP-യിൽ നിന്നും, ഒപ്പം തന്നെ HAM-ൽ നിന്നും RLM-ൽ നിന്നും ഓരോ മന്ത്രിമാർ, അങ്ങനെ 3 ഘടകകക്ഷികൾക്കും ഓരോ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 22 പേർ ഇന്ന് നിതീഷ് കുമാറിനൊപ്പം മന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും മന്ത്രിസഭ വികസനം അടക്കം ഉണ്ടാവുക. നമുക്കറിയാം, ബീഹാറിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ 36 മന്ത്രിമാർ വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിലൊരു ധാരണ എന്ന് പറയുന്നത് 14 മന്ത്രിമാർ ഇത്തരത്തിൽ JDU-ൽ നിന്ന്, ഒപ്പം തന്നെ 16 മന്ത്രിമാർ ഈ ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയാണ്. അതായത് 16 പേർ
BJP-യിൽ നിന്ന്, ഒപ്പം തന്നെ രാംവിലാസ് പാസ്വാന്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാന്റെ LJP-ക്ക് ഇത്തരത്തിൽ 3 മന്ത്രിമാർ, 3 അല്ലെങ്കിൽ 4 മന്ത്രിമാരെ ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർ ഇത്തരത്തിലൊരു അവകാശവാദം, ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള ഒരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് പൂർണ്ണമായും തള്ളുകയും ഈ 2 ഉപമുഖ്യമന്ത്രി സ്ഥാനവും BJP തന്നെ വഹിക്കും. BJP-യുടെ സാമ്രാജ് ചൗധരിയും ഒപ്പം തന്നെ വിജയ് സിൻഹയും ഈ ഉപമുഖ്യമന്ത്രി പദങ്ങൾ വഹിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ധാരണകളിലേക്കും എത്തുകയും ചെയ്തു. മറ്റൊന്ന്, ഈ സീറ്റ്, അതായത് ഇത്തരത്തിലുള്ള വകുപ്പ് വിഭജനങ്ങൾ സംബന്ധിച്ചുള്ള ചില ധാരണയാണ് ഇനി ആവേണ്ടതായിട്ടുള്ളത്. അതിൽ JDU-യുമായി ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആഭ്യന്തര വകുപ്പ് BJP-ക്ക് വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള ആഭ്യന്തരം അത് BJP-ക്ക് വേണമെന്നുള്ള ആവശ്യമാണ് അവിടുത്തെ സംസ്ഥാന ഘടകം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതിന് പകരമായി ആരോഗ്യവും ഒപ്പം തന്നെ ധനകാര്യവും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് JDU-ന് നൽകാമെന്നുള്ളൊരു തീരുമാനമാണ് BJP നേതൃത്വം JDU-നെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിനൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള മറുപടി JDU-വിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് അത് നൽകാനാകില്ല എന്ന ഒരു ഉറച്ച നിലപാടിൽ JDU നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇത്തരത്തിൽ BJP-ക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് കൂടി നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് JDU-വിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ മന്ത്രിസഭ വികസനം വരുന്ന വേളയിൽ അത് അക്കാര്യത്തിലൊരു ധാരണയിലേക്ക് എത്തുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിതീഷ് കുമാറിനെ പിണക്കിയുള്ള ഒരു നടപടികളിലേക്ക് സ്വാഭാവികമായും BJP നേതൃത്വം കടക്കില്ല. അതിൻ്റെ സൂചന തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും നിതീഷ് കുമാറിനെ ഒരു തവണ കൂടി നിലനിർത്താൻ ഇത്തരത്തിൽ BJP തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതൊരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഘടകകക്ഷികൾക്കൊക്കെ കൃത്യമായ പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ്. അതിൽ ചിരാഗ് പാസ്വാൻ ഇപ്പോൾ അതിലൊരു അവകാശവാദം ഉന്നയിച്ചുവെങ്കിൽ പോലും തന്നെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ധാരണയിൽ എത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3 മുതൽ 4 മന്ത്രിസ്ഥാനങ്ങൾ വരെ ചിരാഗ് പാസ്വാന് പാർട്ടിക്ക് നൽകാമെന്നുള്ള ഒരു അറിയിപ്പ് BJP നേതൃത്വം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിലുള്ള ധാരണ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് വന്നില്ല എങ്കിൽ പോലും തന്നെ അത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് 22 പേരാണ് നിതീഷ് കുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുക. അത് കാണുന്നതിന് വേണ്ടി അതിൻ്റെ വേണ്ടി എല്ലാ ഉള്ള ഒരുക്കങ്ങൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പായിരിക്കും മുഖ്യമന്ത്രിയായി 10ാം തവണയും ചുവടെടുത്ത് വെക്കുന്ന നിതീഷ് കുമാർ നൽകുന്നത്. അത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാക്കി ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനെ മാറ്റാനാണ് NDA തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ കക്ഷി നേതാക്കൾ ഒപ്പം തന്നെ വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. 11:30 കൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുക. അതിനു മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ വേദിയിലേക്ക് എത്തും. എന്തായാലും അതാണ് 11 മണിക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ്, വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുക എന്നുള്ളതാണ്. തത്സമയ സംപ്രേഷണം ഉണ്ടാകും ന്യൂസ് 18-ലും. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഇന്നുണ്ടാകും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് റഫറൻസിന് വ്യക്തത നൽകുക. 14 വിഷയങ്ങളിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫറൻസിൽ വ്യക്തത തേടിയിരിക്കുന്നത്. KP അഭിലാഷ് ചേരും. അഭിലാഷ്, ഭരണഘടനാപരമായ വിഷയങ്ങളാണ്, സങ്കീർണമായ നിരവധി കാര്യങ്ങളുണ്ട് ഇതിൽ. ഏതായാലും ഈ വിഷയം പരിഹരിക്കേണ്ടതും വ്യക്തത വരേണ്ടതുമൊക്കെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം നിരവധി സംസ്ഥാനങ്ങളിലായാലും ഒക്കെ തർക്കങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്, കേരളമടക്കം. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള നിരീക്ഷണം ഈ വിഷയത്തിൽ എന്തായിരുന്നു? രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ആയിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഇന്നത്തേത് ഒരു വിധി പ്രസ്താവം എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രപതിയാണ് നിലവിൽ സുപ്രീം കോടതി പുറത്തിറക്കിയിട്ടുള്ള ഒരു വിധിയുമായി ബന്ധപ്പെട്ട റഫറൻസുകൾ നൽകിയിട്ടുള്ളത്. ഈ റഫറൻസുകളിൽ കോടതി ഇന്ന് വ്യക്തത കൈവരുത്തുകയാണ് ചെയ്യുന്നത്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിധിയോ അല്ലെങ്കിൽ ഇതിന് വിധിക്ക് തുല്യമാകുന്ന വ്യക്തതയോ നിർണായകമാകുന്നത് നേരത്തെ നമുക്കറിയാം, കേരളത്തിൽ തന്നെ നിരവധിയായ ബില്ലുകൾ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട സഭ പാസാക്കുകയും ആ ബില്ലിന്മേൽ ഗവർണർ തീരുമാനമെടുക്കാതെ അനിശ്ചിതകാലമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. ഇത് പല സംസ്ഥാനങ്ങളിലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതായത് ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട
നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുകയോ ചെയ്യുമ്പോൾ അതിൽ അന്തിമമായി ഒപ്പുവെക്കേണ്ടത് ആ സംസ്ഥാനത്തിൻ്റെ തന്നെ നേതൃത്വം വഹിക്കുന്ന ഗവർണർ ആണ്. അതുപോലെ തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയെടുക്കുന്ന ബില്ലിന്മേൽ ഒപ്പുവെക്കേണ്ടത് രാഷ്ട്രപതിയാണ്. പൊതുവിൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലിന്മേൽ രാഷ്ട്രപതി തർക്കത്തിന് നിൽക്കാറില്ല. കാരണം നമുക്കറിയാം, ഒരു സർക്കാർ നോമിനി എന്ന നിലയിൽ തന്നെയാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഗവർണർമാർ ആ നിലയിലല്ല. ഓരോ സംസ്ഥാനത്തെയും ഗവർണർമാരെ കേന്ദ്ര സർക്കാർ ആണ് നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത്. കേരളത്തിൽ തന്നെയാണെങ്കിലും നേരത്തെ കേരളം പാസ്സാക്കിയ പല ബില്ലിന്മേലും കൃത്യമായൊരു തീരുമാനം ഇപ്പോഴും ഗവർണർ എടുക്കാത്ത പശ്ചാത്തലമുണ്ട്. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ഇത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് നിർണായകമാകാൻ പോകുന്നത്. നിലവിൽ ഈ ബില്ലുകളിന്മേൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഗവർണറോ രാഷ്ട്രപതിയോ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഉത്തരവ്. ഈ ഉത്തരവിൽ ആണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തത തേടിയിട്ടുള്ളത്. 14 ചോദ്യങ്ങൾ ആണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന്, സമയപരിധി നിശ്ചയിക്കാൻ, അതായത് ഗവർണറും രാഷ്ട്രപതിയും എപ്പോൾ തീരുമാനമെടുക്കണമെന്ന് സമയപരിധി നിശ്ചയിക്കാൻ കോടതികൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, സമയപരിധി എന്നത് സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതി നിശ്ചയിക്കുമ്പോൾ കോടതി എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. രാഷ്ട്രപതിയും ഗവർണറും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധികാരത്തിലേക്ക് കടന്നു കയറാൻ സാധിക്കുമോ? ഗവർണർക്ക് മുന്നിലെ ഭരണഘടനാപരമായ സാധ്യതകൾ എന്തൊക്കെ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഗവർണർ എന്നത് വെറും കടലാസ് പോസ്റ്റാണ് എന്ന തരത്തിലൊക്കെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ. പക്ഷേ ഭരണഘടനാപരമായ ഒരു പോസ്റ്റിൽ ഗവർണർക്ക് ഉണ്ടാകുന്ന ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തൊക്കെ, എന്താണ് ഗവർണറുടെ പ്രാധാന്യമെന്ന് ഒരിക്കൽ കൂടി കോടതി വ്യക്തമാക്കേണ്ടതായി വരും. മറ്റൊന്ന്, മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളാണ്. മന്ത്രിസഭ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ആ മന്ത്രിസഭ എല്ലാം ജനക്ഷേമപരമായ പദ്ധതികൾ സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ ജനങ്ങൾക്കെതിരാണ് എന്ന് ഗവർണർക്ക് ഒരു പദ്ധതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ബില്ലിനെ കുറിച്ച് തോന്നിയാൽ ഗവർണർക്ക് അതിനുള്ള അധികാരമില്ലേ? അതെയോ മന്ത്രിസഭ എന്ത് തീരുമാനിച്ചാലും അത് ഒപ്പിടേണ്ട ഒരു പാവ പോസ്റ്റായി ഗവർണർ മാറിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഇങ്ങനെ ഗവർണറുടെ വിവേചനാധികാരം എന്നിവ അടക്കം പുനഃപരിശോധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ആണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കോടതിയോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കോടതി നിലപാട് ഏറ്റവും നിർണായകമാകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനാപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു ഭരണഘടനാ സ്ഥാപനം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ അതിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് ഇടപെടാൻ സാധിക്കുമോ? അങ്ങനെ ഇടപെട്ടാൽ അത് ആ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലേ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകുക. വളരെ സങ്കീർണമായ ചില വിഷയങ്ങൾ, രാജ്യത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള തർക്കം, അതൊക്കെ ഒഴിവാക്കാൻ വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഒരുപക്ഷെ അല്ലെങ്കിൽ നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്തിരുന്ന 10 പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ട്. 3 കശ്മീരിൽ ഉൾപ്പെടെ 10 പേരെ കാണാനില്ലെന്ന വിവരമാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പുറത്തുവിട്ടത്. 200ഓളം പേർ EDയുടെ നിരീക്ഷണത്തിലാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം.
നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവാതെ കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കമാണ് പ്രഖ്യാപനം വൈകാൻ കാരണം. ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, മലപ്പുറം UDFന് ഏറെ അനുകൂലമായ ഒരു മണ്ണാണ്. ലീഗിന്റെ പിന്തുണയോടെ അടക്കമാണെങ്കിലും കോൺഗ്രസിന് സ്വാധീനമുണ്ട്. അവിടെ ഇങ്ങനെ തർക്കമുണ്ടാകുക എന്നുള്ളത് ഭൂഷണമല്ലല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവിടെ? രഞ്ജിത്ത്, 33-ൽ 10 സീറ്റുകളിലാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത്. അതിൽ തന്നെ 4 സീറ്റ് മാത്രമാണ് ജനറൽ ഉള്ളത്. 6 സീറ്റ് വനിതാ സംവരണം അങ്ങനെ മാറ്റിവെച്ചതാണ്. ഈ ഒരു 4 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതാണ് ഇവിടെ തർക്കം നീളാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ജനറൽ സീറ്റ് ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആളുകളുടെ ഒരു തമ്മിലടിയാണ് ഈ ഒരു സീറ്റുകൾക്ക് വേണ്ടിയുള്ളത്. ആരെയും ഒഴിവാക്കാനും കഴിയില്ല. അതായത് സംവരണം കാരണം പറഞ്ഞ ആരെയും ഒഴിവാക്കാൻ കഴിയില്ല ജനറൽ സീറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 സീറ്റിൽ ആരെയെല്ലാം തീരുമാനിക്കണമെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വൈകുന്ന സാഹചര്യമാണ്. ഇവിടെ ആകെ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മാത്രമല്ല, ഇതോടനുബന്ധിച്ച് ബ്ലോക്ക് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവരുടെ പ്രധാനമായിട്ടും DCC നേതൃത്വം കാണുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ കഴിയാത്തവർക്ക് ബ്ലോക്കിലേക്ക് കൊടുത്ത് അവരെ സമവായത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലോക്കിലെയും ആ സീറ്റ് പ്രഖ്യാപനം വൈകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ 4 സീറ്റുകൾ മാത്രമാണ് ജനറലായുള്ളത്. മേലാറ്റൂർ, വാഴക്കാട്, അതേപോലെ തേഞ്ഞിപ്പലം തുടങ്ങിയ സീറ്റുകളാണ്. അവിടെയൊക്കെ തന്നെ വഴിക്കടവും അവിടെയൊക്കെ തന്നെ ഈ 4 സീറ്റുകളിലേക്ക് പല മുതിർന്ന നേതാക്കളെയും യുവ നേതാക്കളെയും ഒക്കെ പരിഗണിക്കുന്നുണ്ട്. 10-ൽ 1 സീറ്റിൽ മാത്രമാണ് ഇതൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് KPC ജനറൽ സെക്രട്ടറി അലിപ്പറ്റ ജമീലയാണ്. അവരെ വണ്ടൂരിൽ അവർ മത്സരിക്കുന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് എവിടെയും പ്രഖ്യാപനം നടന്നിട്ടില്ല. ഇത് വലിയ തോതിൽ തന്നെ സ്ഥാനാർത്ഥി ആകാൻ ശ്രമിക്കുന്നവർക്കും തലവേദനയാകുന്നുണ്ട്. കാരണം ഒരു ദിവസം കൊണ്ട് ഇനി ഈ ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ പത്രിക പൂരിപ്പിച്ചു കൊടുക്കലടക്കമുള്ള കാര്യങ്ങളിൽ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ പ്രചരണത്തിൽ നിലവിൽ തന്നെ CPM-ഉം ഇടതുപക്ഷവും LDF-ഉം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ കോൺഗ്രസ് മാത്രമാണ് അവസാന നിമിഷം വരേക്കും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടി കൊണ്ടുപോയി പ്രചരണത്തിന്റെ സമയം അത്രയും നഷ്ടപ്പെടുത്തിയ സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കൂട്ടക്കാരൻ. ഇനിയും മാറ്റിവെക്കാൻ കഴിയില്ല. നാളെയാണ് അവസാന ദിവസം. ഇവിടെ ജനറൽ സീറ്റുകളിലേക്ക് മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെ ജാതി മത പരിഗണന വെച്ച് ആളുകളെ പരിഗണിക്കുന്നതാണ് പ്രധാനമായിട്ടും എവിടെ. അതേപോലെ ഗ്രൂപ്പിനും ഒപ്പം ആർക്ക് നൽകണം എന്നൊരു കാര്യത്തിൽ ഈ തർക്കം നിലനിൽക്കാൻ കാരണം. ഇന്ന് വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പ്രചരണത്തിൽ ഇത്രയും ദിവസം മറ്റുള്ളവർ ഇടതുപക്ഷം മുന്നിൽ പോയത് ഒരു തരത്തിൽ സ്ഥാനാർത്ഥിയാകുന്നവർക്ക് തലവേദനയാകുന്നുണ്ട്. മാത്രമല്ല, സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവരെ എങ്ങനെ അക്കമഡേറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകാത്തതാണ് ഇവിടെ ഈ പ്രഖ്യാപനം നീളുന്നതിനും പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിലൊരു ആശയ പ്രതിസന്ധിയിലാണ് അവിടെ കോൺഗ്രസ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം മലപ്പുറത്തെ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സാധ്യതകളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നതും കാത്തിരുന്ന് കാണണം. കാർഷിക മേഖലയായ കൂത്താട്ടുകുളത്ത് കർഷകരുടെ പ്രതിസന്ധിയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പൈനാപ്പിളിന് നേരിടുന്ന വിലയിടിവ് പ്രധാന വിഷയമാണ്. കർഷകരും കാർഷിക കുടുംബങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളും ഇത്തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ട്. കൂത്താട്ടുകുളം നഗരസഭയിലേക്ക് വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. കൂത്താട്ടുകുളം വരുമ്പോഴേക്കും ഏറ്റവും പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടുന്ന കർഷകരുടെ വിഷയങ്ങൾ തന്നെയാണ്. ഇവിടെ റബ്ബറുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് എടുത്തു പറയുന്നത് പൈനാപ്പിളാണ്. നമ്മളൊരു പൈനാപ്പിൾ തോട്ടത്തിൻ്റെ എല്ലാം തന്നെ സമീപത്താണുള്ളത്. പൈനാപ്പിൾ കർഷകർ അവർക്ക് എന്ത് പറയുന്നു എന്നതെല്ലാം തന്നെയാണ് പ്രധാനപ്പെട്ടതാകുന്നത്. നമുക്കൊപ്പം വർഷങ്ങളായി പൈനാപ്പിൾ കൃഷി നടത്തുന്ന യോഹന്നാൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ UDF സ്ഥാനാർത്ഥിയാണ്. 2ാം വാർഡിൽ മത്സരിക്കുന്നു, മേരി ചേച്ചി. ഏതായാലും രാഷ്ട്രീയമാകട്ടെ കാർഷിക കാര്യങ്ങളാകട്ടെ ഏതായാലും രണ്ടുപേരിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഏതായാലും വാശിയേറിയൊരു മത്സരമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? ഇവിടെ നല്ല സഹകരണമാണ്. വോട്ടർമാരൊക്കെ 100% വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അവരെന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ്
കൂത്താട്ടുകുളം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് CPM-ഉം ഒരു തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ളൊരു പരാതിയും അങ്ങനെ കാര്യങ്ങളിൽ കേരളത്തിൻ്റെ മൊത്തം ശ്രദ്ധ നേടിയെടുത്തൊരു സ്ഥലമൊക്കെയാണ്. രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുണ്ട്. എങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അത് ചർച്ച ചെയ്യപ്പെടും, പക്ഷേ അതൊരു എൻ്റെ വോട്ടിനെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ സ്വന്തം വീടും എൻ്റെ ഭർത്തൃ വീടും തമ്മിൽ അടുത്തടുത്ത വാർഡുകളാണ്. അപ്പോൾ എന്നെ നേരിട്ട് എല്ലാ വ്യക്തികൾക്കും അറിയാവുന്നതാണ്. രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു ബന്ധമുണ്ട്. എന്നാലും കർഷകരുടെ ഒരു വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും കൂത്താട്ടുകുളം ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാർഷിക മേഖലയിൽ നിന്നെല്ലാം തന്നെ വരാറുണ്ട്. പൈനാപ്പിൾ കർഷകനാണ് വർഷങ്ങളായിട്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വിപണിയും സാധ്യതകളൊക്കെ? ഇങ്ങനെ പലരും പറയുന്നു ലീസിനെടുത്ത സ്ഥലങ്ങൾ നഷ്ടത്തിലാവുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അനുഭവങ്ങൾ? എങ്ങനെയാണ്? ഇപ്പം വളരെ നഷ്ടത്തിലാണ്. ഇപ്പോൾ തീരെ വിലയില്ല. കാരണം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുടക്കുന്ന മുതലിൻ്റെ പകുതി പോലും ഇപ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യമല്ല. കർഷകർ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നു. ഒരു 2-3 മാസമായിട്ട് ഇപ്പോൾ തീരെ വിലയില്ല. വില ഉണ്ടാകുന്ന അവസരത്തിൽ വിലയുണ്ട്. ഇപ്പോൾ വില കൂടും കുറയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞാൽ ഇപ്പോൾ തീരെ വിലയില്ല. എന്താണ് അങ്ങനെ സർക്കാർ അല്ലെങ്കിൽ മറ്റേത് ഏതെങ്കിലും ഏജൻസികൾ അവരൊക്കെ ഒരു ഇടപെടലൊക്കെ ഇതിൽ വേണ്ടതാണോ? നിങ്ങളുടെ ഒരു ആവശ്യം എങ്ങനെ കർഷകൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത് വളത്തിന് ഭയങ്കര വില, പണിക്കൂലി കൂടുതൽ, എല്ലാ ഇതുങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഈ കൃഷി മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. അതിന് ഒരു എന്താ പറയുക, ഒരു വില കൂടുതൽ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അത്യാവശ്യം വില കിട്ടേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ പണിക്കാരെ കിട്ടുന്നുണ്ടോ? സാധാരണ ഇപ്പോൾ എല്ലായിടത്തും എന്ന പോലെ ഇതര സംസ്ഥാനക്കാർ അതിഥി തൊഴിലാളികൾ തന്നെയാണോ എല്ലായിടത്തും എത്തുന്നത്? എല്ലാം സംസ്ഥാന തൊഴിലാളികളാണ്. അവർ നമുക്ക് ആവശ്യത്തിനുള്ള പണിക്കാരുണ്ട്. നമുക്ക് സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് സ്ഥിരം പണിക്കാരുണ്ട്. പണിക്ക് കുറവൊന്നുമില്ല. ആദ്യം വലിയ സാധ്യതകളാണല്ലോ ഈ പൈനാപ്പിൾ കേരളത്തിൻ്റെ ഒരു വലിയ അടുത്തൊരു വിള എന്ന രീതിയിലെല്ലാമാണല്ലോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഈ സീസൺ മഴ അത്ര അടക്കമുള്ള കാര്യങ്ങളെല്ലാം ബാധിക്കുന്നുണ്ടോ? മഴയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മഴ കന്നാര കൃഷിക്ക് നല്ലതാണ്. പിന്നെ വേനൽ വരുമ്പോഴാണ് ഏറ്റവും വലിയ കുഴപ്പങ്ങൾ. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പൈനാപ്പിൾ നല്ല ഇതാണ്, പക്ഷേ വിലയില്ല. അങ്ങനെ കേരളത്തിലെ എല്ലായിടത്തും ഇത് വിപണി ഇവിടെ നിന്ന് തന്നെയാണോ? മൂവാറ്റുപുഴ, അതോടൊപ്പം തന്നെ വാഴക്കുളം, അതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശസ്തിയുള്ള, ഇന്ത്യയിൽ തന്നെ വലിയ ആവശ്യക്കാർ ഒരുപാടുള്ളതാണല്ലോ. അല്ല, അത് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് മൂവാറ്റുപുഴ ഒരു ഏജൻസിക്കാണ്. ഏജൻസിക്ക് നമ്മൾ സാധനം കൊടുത്ത് വിടും. ഏജൻസി ഇട്ട് തരുന്ന വില നമ്മൾ മേടിക്കുന്നു, അല്ലാതെ വേറെ പ്രത്യേക ഒരു വില നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അത് നമുക്ക് വിശ്വാസമുണ്ട്. അവർ അതാത് മാർക്കറ്റ് അനുസരിച്ചുള്ള വില തരുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ കൊടുത്തു പോകുന്നു. അത് വില കുറഞ്ഞാലും കൂടിയാലും ആ വില കിട്ടും, അവർ തരും. അതിന് കുഴപ്പമില്ല. എങ്ങനെ എല്ലാ നാണ്യ ഇതിലും കാർഷിക ഇതിലും ആൾക്കാർ പറയുന്നത് ഇടനിലക്കാർക്ക് കൂടുതൽ ലാഭം എന്നെല്ലാം തന്നെ പറയുന്ന അവസ്ഥ, ഇതിലും അതൊക്കെ തന്നെയാണോ സംഭവിക്കുന്നത്? ഇടനിലക്കാർക്ക് ലാഭമാണോ എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് മാർക്കറ്റ് അനുസരിച്ച് നോക്കുന്നതനുസരിച്ചുള്ള വില നമുക്ക് തരുന്നുണ്ട്. അവരിപ്പോൾ എന്ത് വിലയ്ക്ക് വിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾക്ക് മുതലാവുന്നൊരു വില അവരിൽ നിന്ന് ഈ പ്രതികൂല സാഹചര്യത്തിലും കിട്ടുന്നുണ്ടോ? ഇല്ല, നമുക്ക് മുതലാവുന്നില്ലല്ലോ. നമുക്ക് പേപ്പർ കാണുന്ന വിലയിൽ 2-3 രൂപ താഴ്ത്തി തരുവാണ്. അപ്പോൾ അവരെന്ത് വിലയ്ക്ക് വിൽക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ആ വില നമുക്കിപ്പോൾ കിട്ടിയാൽ പോരാ. ഒരു 40 രൂപയുടെ മുകളിലെങ്കിലും നമുക്കൊരു വില കിട്ടിയാലേ നമുക്ക് മുതലാവത്തുള്ളൂ. ഇപ്പോൾ വില ഞാൻ നാളെ ലോഡ് ചക്ക വെട്ടി 20 രൂപയ്ക്കാണ്. 1-ാം വർഷം ചക്ക വെട്ടി 20 രൂപയ്ക്ക്. അത് നമുക്ക് മുടക്ക മുതലിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക്, പുതിയ തലമുറക്കെല്ലാം കൃഷിയോടൊക്കെ ഒരു ആഭിമുഖ്യം അതെങ്ങനെയാണ്? അത് അവരോട് ഉപദേശിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. ഇങ്ങോട്ട് ധൈര്യമായിട്ട് കടന്നു വന്നോളൂ എന്നൊക്കെ പറയാൻ അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ വന്ന് കൃഷി ചെയ്തോ അതിന് ലാഭമാണെന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല. ഇപ്പോഴത്തെ കൃഷിക്ക് നിങ്ങളിപ്പോൾ ഈ പണിക്ക് ഇറങ്ങണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. മറ്റേ വില കൂടുതലുള്ള സമയത്താണ് ഞാൻ പലരും പറയാണ്ട് നിങ്ങൾ ചെയ്തു നോക്ക്, നിരുത്സാഹപ്പെടുത്തുന്നില്ല, ചെയ്ത് നോക്ക്, ഇപ്പോഴത്തെ വിലയ്ക്ക് പറ്റില്ല എന്ന് എന്നോട് 2-3 ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞങ്ങനെ. ഒരുപാട് കർഷകരുള്ള ഒരിടമാണല്ലോ. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ ഇവരുടെ മുന്നിലേക്ക് വയ്ക്കാനായിട്ട് പറയാനൊക്കെ? അത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു കൂട്ടായ്മയായിട്ട് ഒരു സംഘടന ഇവിടെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങൾ പറയും അങ്ങനെ വില കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് കാണുന്ന വില ഇതല്ലേ നമുക്ക് വേറെ. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതൊക്കെ ഉന്നയിക്കുന്നുണ്ടോ ആളുകൾ, കൃഷിക്കാർ വെച്ച് നിൽക്കണമെന്നൊക്കെ? അത് അങ്ങനെയും പറയുന്നുണ്ട്. എങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുമെന്ന് തന്നെയാണോ? സാധിക്കുമെന്നാണ് വിചാരിക്കണേ. പിന്നെ നമുക്ക് വളത്തിനും കുറച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളത്തിന് കുറച്ച് സബ്സിഡിയോ കാര്യങ്ങളോ ഈ കർഷകർക്ക് ഒരു സബ്സിഡി ഉള്ളൊരു ഇത് തരുവാണെങ്കിൽ അത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാം.
പിന്നെ മക്കൾ ജോലിക്ക് പോണതിന് മുമ്പ് കൃഷിയിൽ പപ്പയുടെ കൂടെ കൂടുമായിരുന്നു, ഞാനും സഹായിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്, പിള്ളേർക്കും താല്പര്യമാണ് കൃഷിയോട്. പക്ഷേ അവരിപ്പോൾ ജോലി കിട്ടി പോയി. തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. എന്തായാലും കൂത്താട്ടുകുളം മേഖലയിലേക്ക് വരുമ്പോഴേക്കും നിരവധിയായ ഇടങ്ങളിൽ ഇത്തരം പൈനാപ്പിൾ തോട്ടങ്ങളെല്ലാം തന്നെ കാണാം. പലർക്കും പല രീതിയിലുള്ള കഥകൾ തന്നെ പറയാനുണ്ട്. ചിലർ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഇച്ഛാശക്തി അടക്കം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിസന്ധികളിൽ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോകുന്നവരുമെല്ലാം തന്നെയുണ്ട്. അവർക്കിടയിലേക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും എല്ലാം വരുന്നത്. അവരുടെ വിഷയങ്ങളും ഇതിലെല്ലാം തന്നെ പ്രതിഫലിക്കും, അല്ലെങ്കിൽ അവരെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന, പ്രതിദാനം ചെയ്യുന്നവർ തന്നെ ഈ വിഷയങ്ങളും അവർക്ക് കൂടി പ്രതിദാനം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിലേക്കാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ സമീപിക്കുന്നത്. കൂത്താട്ടുകുളത്ത് നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി വാർഡിൽ പൊതുസമ്മതനെ കണ്ടെത്താനാവാതെ കോൺഗ്രസ്. ഇതോടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാളകണ്ടി ബൈജു സ്ഥാനാർത്ഥിയാകും. പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം. VM വിനുവിന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇതിനിടെ വിനുവിന്റെ സ്ഥാനാർത്ഥിയിൽ ജാഗ്രത കാട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കൗൺസിലർ രാജേഷിന്റെ രാജി DCC എഴുതി വാങ്ങി. MS അനീഷ് കുമാർ ചേരൻ. അനീഷ്, വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു കോൺഗ്രസ് അകപ്പെട്ടിരുന്നത്, സംശയമില്ല. ശ്രദ്ധക്കുറവാണ്. VM വിനുവിനെ പോലെ ഒരു പ്രമുഖരെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന ഫീൽ അത് ഒരുപക്ഷെ അദ്ദേഹത്തിനെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണോ? തീർച്ചയായും ഈ VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച ശേഷം വലിയ തെരച്ചിലാണ് കോൺഗ്രസ് നടത്തിയത്. കാരണം സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ഒരു മുഖം എന്ന രീതിയിലാണ് VM വിനുവിനെ അവതരിപ്പിച്ചത്. വർഷങ്ങളായി CPM ഭരിക്കുന്ന കൗൺസിലാണ്. അതുകൊണ്ട് ഭരണമാറ്റം എന്ന ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് ഇറങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ എന്ന പരിവേഷത്തിലുപരി ഒരു പൊതു സ്വീകാര്യനായ സ്ഥാനാർത്ഥി തങ്ങളെ നയിക്കുന്നു എന്ന പ്രതീതി നിലനിർത്താനാണ് കോൺഗ്രസ് നോക്കിയത്. പക്ഷേ ആ ശ്രമങ്ങൾ പാടെ പരാജയപ്പെടുകയാണ്. VM വിനുവിന് നഗരസഭയിൽ വോട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വയം റദ്ദാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വലിയ തെരച്ചിൽ ഇതിനുശേഷം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ആരും ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്താൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തങ്ങൾ ഇത്തവണ ഇല്ല എന്ന ഒരു സന്ദേശം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി. ഇതിനുശേഷമാണ് രാഷ്ട്രീയക്കാരനായ തങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ബൈജുവിനെ തന്നെ സ്ഥാനത്തേക്ക് നിയമിക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം, കാളക്കണ്ടി ബൈജുവിനെ സ്ഥാനാർത്ഥിയായുള്ള പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസമൊക്കെ ആയാലും VM വിനുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ സജീവമായിരുന്ന ആൾ കൂടിയായിരുന്നു ബൈജു കാളക്കണ്ടി. കാരണം VM വിനു ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്തിലേക്ക് വന്നയാളാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ വിനുവിനായി ഏകോപിപ്പിച്ച ആളും കാളക്കണ്ടി ബൈജു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കാളക്കണ്ടി ബൈജുവിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു 10:30 സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് DCC അറിയിച്ചിരുന്നത്. ഇതിനുശേഷം മാധ്യമങ്ങളോടക്കം പ്രതികരിക്കാമെന്നാണ് ബൈജുവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ആ ഒരു അനിശ്ചിതത്വത്തിന് അവസാനമായിരിക്കുന്നു. പൊതുസമ്മതനോ സാംസ്കാരിക പ്രവർത്തകനോ ഇല്ല. കോൺഗ്രസ് പ്രവർത്തകനെ തന്നെ കല്ലായി ഡിവിഷനിൽ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് തന്നെ കോൺഗ്രസ് നീങ്ങുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം നടപ്പാകാതെ വന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. KPCC നേതൃത്വത്തിൽ നിന്നും വലിയ വിമർശനം K പ്രവീൺകുമാർ അടക്കമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾക്ക് നേരിടേണ്ടി വന്നു. കാരണം ഒരു തരത്തിലുമുള്ള ജാഗ്രത ഇക്കാര്യത്തിൽ കാണിച്ചില്ല എന്ന വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു മേയർ സ്ഥാനാർത്ഥിയെ ഒരു ഡിവിഷനിലേക്ക് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാര്യമാണ് അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. പക്ഷേ അക്കാര്യം പരിശോധിക്കുന്നതിൽ വലിയ വീഴ്ച, ജാഗ്രതക്കുറവ് ഉണ്ടായി എന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ DCC രാജേഷ് എന്ന സിറ്റിംഗ് കൗൺസിലറെ ശാസിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നും ഒരു കത്ത്, രാജി അടക്കമുള്ള ഒരു കത്ത് എഴുതി വാങ്ങിയെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. താൽക്കാലികമായി പൊതുപ്രവർത്തന രംഗത്ത് കുറച്ചു നാളത്തേക്ക് ഉണ്ടാവില്ല എന്ന് രാജേഷ് നമ്മളോടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ തൻ്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് രാജേഷ് പറയുന്നത്. കാരണം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് VM വിനുവിനെ കല്ലായി മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്ന് അറിയിച്ചത്. ഇത്തരമൊരു തീരുമാനം മാധ്യമങ്ങളിലടക്കം വന്ന ശേഷമാണ് താഴെത്തട്ടിലെ പ്രവർത്തകർ ഇക്കാര്യം അറിയുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് വോട്ടർ പട്ടിക പരിശോധന അടക്കം നടത്താൻ കഴിഞ്ഞത്. നടത്തിയപ്പോഴും അനീഷ് കുമാറാണ് പങ്കുവച്ചത്.
പുല്ലൂരിൽ CPM BJP സംഘർഷം. BJP പ്രവർത്തകന്റെ കൈക്ക് വെട്ടേറ്റു. നിരവധി CPM BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 8:30 പുനലൂർ ശാസ്താംകോണം വാർഡിൽ ഫ്ലക്സ് വെക്കുന്നതിനെ ചൊല്ലി ഇരുവിഭാഗവും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. BJP ഫ്ലക്സ് മറയ്ക്കും വിധം CPM ഫ്ലക്സ് സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം ഡിവിഷനിൽ CMP കൈമാറിയെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച മണ്ഡലം പ്രസിഡന്റ് അയൂബ് വിമതനായി മത്സരരംഗത്ത്. വർഷങ്ങളായി കോൺഗ്രസിന്റെ കുത്തക ഡിവിഷനായ ചാലപ്പുറത്ത് അയൂബിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് വൻ തിരിച്ചടിയാണ്. അയൂബിനൊപ്പം മുഴുവൻ ബൂത്ത് കമ്മിറ്റിയും മണ്ഡലം ഭാരവാഹികളും രാജിവെച്ചിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ വർഷങ്ങളായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന ചാലപ്പുറം ഡിവിഷൻ ഇത്തവണ CMPക്ക് കൈമാറിയതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിലെ സ്ഥാനങ്ങൾ രാജിവെച്ച് കൂട്ടമായി പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങിയ ചാലപ്പുറം ഡിവിഷനിൽ നിന്നും കോൺഗ്രസിന്റെ മുൻ നേതാവ് അയൂബ് ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഒടുവിൽ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തിറങ്ങി പ്രചരണം ഊർജിതമായി മുന്നോട്ട് നീങ്ങുന്നു. എന്താണ് ഈ തവണ കോൺഗ്രസിനെതിരെ തന്നെ അല്ലെങ്കിൽ UDFനെതിരെ തന്നെ മത്സരിക്കാനുണ്ടായ സാഹചര്യം? ഞാനൊരിക്കലും കോൺഗ്രസിനെതിരല്ല, ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് എൻ്റെ മത്സരം. അതുപോലെ തന്നെ ഞാനിപ്പം 3-4 ദിവസമായി വീടാന്തരം കയറി പ്രചരണത്തിലാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ജനങ്ങളിൽ നിന്ന് എനിക്ക് സപ്പോർട്ടാണ് കിട്ടുന്നത്. അവർ പറഞ്ഞത് നീയാണ് വരേണ്ടത്, നീയാണ് ഇവിടുത്തെ ജനങ്ങൾ അറിയുന്നവന്, നീ ജനങ്ങൾക്ക് വേണ്ടി മരിക്കുന്നവനാണ് എന്നൊക്കെയാണ് അവരിങ്ങോട്ട് പറയുക. ഞാൻ പറയുന്നതല്ല അതല്ല. അപ്പം ഞാൻ അവരെ ഫസ്റ്റ് തന്നെ ഓരോ റൗണ്ട് സിംഗിളായിട്ട് ഇവരാരും ഇല്ലാതെ ഓരോ വീടുകളിലും ഞാൻ ചെന്നു, ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് കണ്ടപ്പോൾ അവർ പറയുന്നത് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഗോ ഹെഡ്, ഡോണ്ട് വെറി, അതാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഇത് ആരും പെയ്ഡ് സ്റ്റാഫല്ല, ഒക്കെ ഇവിടുത്തെ എൻ്റെ വോട്ടർമാരും എൻ്റെ സഹപ്രവർത്തകരുമാണ്. എനിക്ക് ബാങ്കിൻ്റെ സ്റ്റാഫിനെ വിഡ്രോ ചെയ്തിട്ട് കുറേ ഒരു ആൾക്കൂട്ടം കൂട്ടിയിട്ടൊന്നും വോട്ട് അഭ്യർത്ഥിക്കാനുള്ള കഴിവില്ല. പക്ഷേ ചാലപ്പുറത്തെ ജനങ്ങളെ എൻ്റെ കൂടെ കൂട്ടാനുള്ള കഴിവും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും അവർക്ക് വേണ്ടി മരിക്കാനും തയ്യാറുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അപ്പം അവരെൻ്റെ കൂടെ നിർബന്ധമായിട്ടുണ്ടാവും എന്നുള്ള അവർ വാക്ക് തന്നിരിക്കുകയാണ്. ഇത് വെറും മറ്റുള്ളവരാരെങ്കിലും തോൽപ്പിക്കാനല്ല എൻ്റെ മത്സരം. എൻ്റെ മത്സരം വിജയിക്കാനുള്ളതാണ്. അത് ഞാൻ വിജയിച്ചിരിക്കും. അത്രയും ജനങ്ങളെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഉറപ്പാണ്. ഈ പേയ്മെന്റ് സ്ഥാനാർത്ഥിയാണെന്നുള്ള വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? കാരണം CMPക്ക് വാർഡ് കൊടുത്തതിൽ പ്രതിഷേധിച്ചു, അതായത് പ്രാദേശിക തലത്തിൽ ഒരു ആശയവിനിമയം ഇല്ലാതെയാണ് അത് ചെയ്തതെന്നതിൽ പ്രതിഷേധിച്ചാണല്ലോ താങ്കളടക്കം പുറത്തേക്ക് ഇറങ്ങിയത്. അതായത് പേയ്മെന്റ് സീറ്റാണ്. ഇപ്പം നമ്മളൊരു കാൻഡിഡേറ്റിനെ കണ്ടില്ലേ, സ്വന്തം വോട്ട് പോലും ഉണ്ടോ എന്ന് നോക്കാതെ വിറ്റിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അവർ സ്ഥാനാർത്ഥി ഒരു വേറെ സ്ഥലത്തേക്ക് നട്ടു വീഴുമ്പം കോർപ്പറേഷനിൽ മത്സരിക്കാനുള്ള സാമാന്യ യോഗ്യത, അയാൾക്ക് കോർപ്പറേഷനിൽ ഒരു വോട്ട് വേണം എന്നുള്ളത് പോലും ചിന്തിക്കാതെ പണം മാത്രം ആവശ്യപ്പെടുന്ന നേതൃത്വമാണ് കോഴിക്കോടുള്ളത്. അവർ ചെയ്യുന്ന പോരായ്മകൾക്കെതിരെയുള്ള ശബ്ദമാണ് എൻ്റേത്. ഈ പോരാട്ടം നിർത്തുന്നില്ല. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം അനീതിക്കെതിരെ പോരാടും. ജനനന്മയ്ക്ക് വേണ്ടി ഞാൻ ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഈ സംഘടനാ തലത്തിലെ വീഴ്ചയാണോ ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വം നടക്കും? കാരണം ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുമ്പോൾ അയാൾക്ക് കോർപ്പറേഷനിൽ വോട്ടുണ്ടോ എന്നുള്ളൊരു മിനിമം കാര്യം പോലും നോക്കാതെയാണ് മത്സരരംഗത്ത് ഇറക്കിയത്. അത് സംഘടനാ തലത്തിലുള്ള വീഴ്ച തന്നെയല്ലേ. ഞാനൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വോട്ടർ ലിസ്റ്റ് കിട്ടിയാൽ എൻ്റെ വോട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ വോട്ടുണ്ടോ എന്ന് നോക്കുകയുള്ളൂ. ഇതൊന്നുമില്ല. ഇത് ഇയാൾ 2020 പോലും വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു നേതൃത്വമാണ്. നിങ്ങൾ കുറച്ച് പൈസ തന്നല്ലോ, നിങ്ങൾ തന്നെ അവിടെ സ്ഥാനാർത്ഥി. ആ രീതിയിലാണ് ജില്ലാ നേതൃത്വം ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും. ഇത്തരം പ്രവൃത്തികൾ നാട്ടിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളെ ഈ രാഷ്ട്രീയ പ്രവർത്തനം പൊതുജന സേവനത്തിനും നന്മയ്ക്കും നാട്ടിന്റെ പുരോഗതിക്കും വേണ്ടിയുള്ളതാണ്. അല്ലാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നേതൃത്വത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം തന്നെയാണ് ഞാൻ നടത്തുന്നത്. വിനുവിന്റെയും പേയ്മെന്റ് സീറ്റാണെന്നാണ് താങ്കൾ? അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമല്ലേ, ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമല്ലല്ലോ. അല്ലാതെ ഒരു വോട്ടില്ലാത്ത ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താണ്? അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയാണ്. അത് അങ്ങനെയൊക്കെ ആണ് പറയല്. എന്തായാലും മേയർ സ്ഥാനാർത്ഥി ഒക്കെ, പക്ഷെ അയാൾക്ക് വോട്ടുണ്ടോ അറിയാതെ എങ്ങനെ മേയർ സ്ഥാനാർത്ഥിയാവും? വോട്ടില്ലാത്ത ഒരാൾ മേയർ സ്ഥാനാർത്ഥിയാവാൻ പറ്റുമോ? വിജയിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പ്രതീക്ഷ. 100% വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവിധ പ്രവർത്തകരുടെയും പിന്തുണ CPMന്റെ ആയിക്കോട്ടെ, BJPയുടെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ തന്നെ അനുഭാവികളും ധൈര്യമായിട്ട് നീ നിന്നോ,
നീ നീതിക്ക് വേണ്ടിയിട്ടാണ് പൊരുതുന്നത്, നീതിയുടെ കൂടെ ഉണ്ടാവും. ഒരാളെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഭൂമിയിൽ അധർമ്മം വരുമ്പോഴാണ് അധർമ്മം വന്ന് അസുരന്മാരെ നിഗ്രഹിക്കാനാണ് കൃഷ്ണ ഭഗവാൻ ഒരു അവതാരമായിട്ട് ഇറക്കിയിട്ടുള്ളത്. അതുപോലത്തെ ഒരു അവതാരമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞ ആളുകൾ വരെ ഈ സ്ഥലത്തുണ്ട്, ചാലപ്പുറത്തുണ്ട്. എന്തായാലും സീറ്റിൽ വിജയം നേടുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം ഈ കോൺഗ്രസിലെ ജില്ലാ ഘടകത്തിന്റെ ഈ തെറ്റായ സംഘടന കീഴ്വഴക്കങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പേയ്മെന്റ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നതിനെതിരെയൊക്കെയാണ് തന്റെ പോരാട്ടത്തെ അയൂബ് വിശേഷിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ BJP BDJS തർക്കം പരിഹരിക്കാൻ ഇന്ന് ചർച്ചയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് ചർച്ച നടത്തുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ആലപ്പുഴ ട്രാവൻകൂർ പാലസിലാണ് ചർച്ച. നിലവിലെ സീറ്റ് ചർച്ചയിലെ പോരായ്മകൾ പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. BJPയിലെ 4 പേരും BDJSലെ 4 പേരും അടങ്ങുന്ന 8-അംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. സീറ്റ് ചർച്ചയിലെ പോരായ്മകൾ സമിതി റിപ്പോർട്ട് ചെയ്യും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ തീർപ്പാക്കുക. സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJP ഏകപക്ഷീയമായി നടത്തിയെന്നാണ് BDJSന്റെ പരാതി. പലയിടത്തും NDA സ്ഥാനാർത്ഥിക്ക് പുറമെ BDJSും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോട്ടയ്ക്കൽ കുർബാനി ശ്രീപുരം കോളനിയിലെ അധ്യാപക ദമ്പതികളായ പ്രവീൺ മാഷിനും സനില ടീച്ചർക്കും ഈ തെരഞ്ഞെടുപ്പ് കുടുംബകാര്യമാണ്. പ്രവീൺ മാഷ് 33-ാം വാർഡിലും സനില ടീച്ചർ 35-ാം വാർഡിലുമാണ് LDFനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. CB അനുമോദിന്റെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിൽ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ മത്സരിക്കുന്നത് ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അതിൽ ഇത്തിരി കൗതുകമുണ്ട്. ഞാൻ നിൽക്കുന്നത് കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ മത്സരിക്കുന്ന 2 ദമ്പതികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രവീൺ മാഷും സനില ടീച്ചറും. സനില ടീച്ചർ നിലവിലെ കൗൺസിലർ കൂടിയാണ്. കോട്ടയ്ക്കൽ നഗരസഭ 32-ാം വാർഡ് അല്ലേ? 32-ാം വാർഡിൽ ഈ 35-ാം വാർഡിൽ മത്സരിക്കുന്നു. മാഷ് 33-ലും. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മത്സരിക്കുക എന്നുള്ളൊരു കൗതുകം, അത് അത്ര പുതുമയുള്ളതല്ലല്ലോ. ഭാര്യയും ഭർത്താവ് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പ്രാവശ്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു ആവശ്യം പൊതുവെ ഇവിടെ നിന്ന് വരികയും ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പരിഗണിച്ചത്. ശരിക്ക് നിലവിൽ കൗൺസിലറാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഈ വാർഡിൽ തന്നെ വീണ്ടും തുടരുന്നു. ഒപ്പം മാഷ് കൂടി മത്സരിക്കുന്നു. എങ്ങനെ കാണുന്ന ഈ സാഹചര്യത്തിൽ? വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ആളുകളുടെ അടുത്ത് നിന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ, എൻ്റെ വാർഡിൽ ഇറങ്ങുമ്പോൾ, കുർബാനി വാർഡ് എൻ്റെ വാർഡ് തന്നെയാണ്, എൻ്റെ സ്വന്തം ആളുകളാണ്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ തോക്കാമ്പാറ വാർഡ് 33-ാം വാർഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാഷ് മത്സരിക്കുന്നു. അങ്ങനെ നല്ലൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളൊപ്പം ഉണ്ട്, ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ 2 പേരും സ്ഥാനാർത്ഥികളായിട്ട് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? വീട്ടിലെ കാര്യങ്ങൾ അതൊരു മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മക്കൾ പഠിക്കുകയാണ്. 2 പേര്, ഒരാൾ എറണാകുളത്താണ്, ഒരാൾ കോഴിക്കോടാണ്. പിന്നെ അവർ വരുന്ന സമയത്ത് അവർക്കുള്ള സമയം കൂടി കണ്ടെത്തണം, അത്രയേ ഉള്ളൂ. മറ്റേ നമ്മൾ പൊതുവേ 30 വർഷമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് ഞാൻ. അതെൻ്റെ അച്ഛനും അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു രാമാഷ് എന്ന് പറയും. അപ്പോൾ ഞങ്ങളെല്ലാവരും പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്കത് പുതുമയല്ല. ഇവിടെ തന്നെ ഒരു തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് വന്നുള്ളത്. അപ്പോൾ രാവിലെ നേരത്തെ തുടങ്ങും അല്ലേ? ഉച്ചയ്ക്ക് ഒരു അല്പം ഇടവേളയിൽ മാത്രമേ കാണലുണ്ടാവുള്ളൂ. അത്രയേ ഉള്ളൂ. പരസ്പരം പ്രചരണത്തിന് പോകാൻ പറ്റുമോ? പറ്റും തീർച്ചയായും. ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നിട്ട് തന്നെ പോകും. ഒറ്റയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കും 2 വാർഡും കൂടെ നോക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണോ സമയം അതിനനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ചെന്ന് കണ്ട് നല്ല ഉഷാറായിട്ടാണ് ഞങ്ങൾ. സിറ്റിംഗ് വാർഡായതുകൊണ്ട് ആശ്വാസം. സിറ്റിംഗ് വാർഡായതുകൊണ്ട് പിന്നെ നമ്മളെ വാർഡുകളാണ്, പിന്നെ നമ്മളെ അറിയുന്ന ആളുകളാണ് എല്ലാ ആളുകളും. ഈ 2 വാർഡിൽ തോക്കാമ്പാറ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ്. കുർബാനി വാർഡ് കഴിഞ്ഞ വർഷം പിന്നെ സനില മെമ്പറായിരുന്നു. 15 വർഷം നമ്മുടെ LDF കൗൺസിലർമാരുണ്ടായിരുന്ന വാർഡാണ്. തോക്കാമ്പാറ വാർഡും അതെ, 20 വർഷമായിട്ട് പിന്നെ LDF ഉള്ള വാർഡാണ്. അപ്പോൾ ഈ 2 വാർഡും ഞങ്ങൾക്ക് അപരിചിതരല്ല ഞങ്ങൾ. അപ്പോൾ അതിനൊരു വിഷയമില്ല. ഞങ്ങൾക്ക് 2 വാർഡും പോയി പ്രവർത്തിക്കാനോ കാര്യങ്ങൾ നീക്കാനൊന്നും ഒരു പ്രയാസമില്ല. കോട്ടയ്ക്കൽ സാധാരണ പറയുന്നത് LDFന് ബാലികാറാമലയാണ് കോട്ടയ്ക്കൽ നഗരസഭ എന്നാണ് പൊതുവെ പറയുന്നത്. ചരിത്രം അങ്ങനെയാണ് അതിൻ്റെ പലതും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്തവണത്തെ പ്രതീക്ഷകൾ? ഇത്തവണ നല്ല പ്രതീക്ഷയാണ്. മികച്ച സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം LDF എല്ലാ വാർഡുകളിലും നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാണുന്നത്. വൻ വിജയം നേടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
രണ്ടുപേരും ടീച്ചറെ സ്കൂൾ ഇവിടെ കുറച്ച് അകലെയാണ്. പൂക്കിപ്പറമ്പ് അടുത്താണ്. സ്കൂൾ ഇവിടെ തന്നെ. എൻ്റെ സ്കൂള് തോക്കാമ്പാറ LP സ്കൂൾ. പരിചിതരാകും എല്ലാവരും. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇനി സമയം വളരെ കുറച്ചധികമല്ലേ ഉള്ളൂ, എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്ലാനൊക്കെ? ഇനിയുള്ള ദിവസങ്ങളിലെ പ്ലാന് നമ്മുടെ കൺവെൻഷൻ അടുത്ത ദിവസം നടക്കും. അതിനുശേഷം സ്ക്വാഡ് പ്രവർത്തനമുണ്ട്, പ്രചരണ പ്രവർത്തനമുണ്ട്. അതുപോലെ പരമാവധി ജനങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തന രീതിയാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനത്തേക്ക് കടക്കുകയാണ്. ടീച്ചർക്ക് 5 വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ടാവൂലേ? ഉണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങൾ 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു സന്തോഷവും സംതൃപ്തിയുമാണ് എനിക്ക് ആളുകളോട് പറയാനുള്ളതും അവരോട് സംസാരിക്കാനുള്ളതെല്ലാം. എൻ്റെ വാർഡിലെ ആളുകൾക്ക് അറിയാം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലും റോഡുകളുടെ കാര്യം നിങ്ങൾ വന്ന റോഡൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. അതെ അതെ, ഞങ്ങൾ കുർബാനിയുടെ വികസനോത്സവം എന്ന് പറഞ്ഞ് ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഏകദേശം എല്ലാ വീട്ടിൽ നിന്നും ആളുകൾ പങ്കെടുത്തിട്ടുള്ള നല്ലൊരു ഉത്സവമായിരുന്നു. അതിൽ കലാപരിപാടികളും വാർഡിൻ്റെ ഒരു ഉത്സവം തന്നെ ഞങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിലേക്ക് പോവുകയാണ്. പ്രചരണത്തിന് തിരക്കിലാണ് രണ്ടുപേരും. മാഷ് കന്യാംഗത്തിൽ വിജയിച്ച് കയറാമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ വിജയ തുടർച്ചയാണ് ടീച്ചർ പ്രതീക്ഷിക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18. പാലക്കാട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ജനങ്ങൾക്ക് കൈത്താങ്ങായി അധികൃതർ. SIR പ്രക്രിയകൾ പൂർത്തിയാക്കാൻ പട്ടാമ്പി താലൂക്ക് ഓഫീസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായി പട്ടാമ്പി മണ്ഡലത്തിലെ 140 കേന്ദ്രങ്ങളിലായാണ് ക്യാമ്പുകൾ ഒരുക്കിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനാണ് പട്ടാമ്പി മണ്ഡലം കേന്ദ്രമാക്കി ക്യാമ്പുകൾ ഒരുക്കിയത്. 140 ക്യാമ്പുകളാണ് സജ്ജമാക്കിയത്. SIRമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിലുള്ള ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കുകയാണ് പ്രധാന ഉദ്ദേശം. 3 ദിവസങ്ങളായാണ് ക്യാമ്പ് നടക്കുന്നത്. എല്ലാ ക്യാമ്പിലും BLO ഉദ്യോഗസ്ഥരോ മറ്റ് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരോ പരിശോധനകൾക്ക് ഉണ്ടാകും. കൂടാതെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളുടെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ, ഡെപ്യൂട്ടി കളക്ടർ SS അൽഫ, പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 3 ദിവസങ്ങളിൽ ക്യാമ്പിൽ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്കായിട്ട് BLO അതിനുശേഷമുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വരുന്നതായിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫോം ഫില്ല് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാമ്പിലോട്ട് എത്തിയാൽ മതിയാകും. BLOയുടെ സഹായത്തോടു കൂടി വോളണ്ടിയേഴ്സിൻ്റെയും ഹെൽപ്പോടു കൂടി തന്നെ ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ആളുകളും പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലെ എല്ലാ ഇലക്ടേഴ്സും നിങ്ങൾ ക്യാമ്പുകളിൽ വരികയും നിങ്ങളുടെ ഇനൂമറേഷൻ ഫോം തിരിച്ച് നൽകുകയും ചെയ്യുക. എല്ലാവരും വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നതിനായി ഫോം എത്രയും പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിൽ എത്തിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഫോമുകൾ ലഭിച്ചവർക്ക് പൂരിപ്പിച്ച് ക്യാമ്പുകളിലെത്തി SIR പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ്. വിദ്യാലയങ്ങൾ, ക്ലബ്ബുകൾ, വായനശാലകൾ, പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ നടക്കുന്നത്. വിദ്യാലയങ്ങളിൽ നടക്കുന്ന ക്യാമ്പുകളിൽ NSS, NCC വിദ്യാർത്ഥികളുടെ സേവനവും ലഭിക്കുന്നുണ്ട്. News 18 പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം. പോത്തൻകോട്, വയലാർ ഡിവിഷനുകളായാണ് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. വനിതാ ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർക്ക് മത്സരിക്കാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതോടെയാണ് പ്രതിസന്ധി. ഡാൻ കുര്യൻ വിവരങ്ങൾ ശരിയാണ്. ഡാന്, വനിതാ ഡിവിഷനുകളിൽ ട്രാൻസ്ജെൻഡർ, പക്ഷേ ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് രേഖപ്പെടുത്തിയാൽ മത്സരിക്കാമെന്നൊക്കെയാണല്ലോ ഇവരുടെ ന്യായം. എന്താണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം? ഈ മുട്ടടയിലെ വൈഷ്ണവ് സുരേഷുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിലുണ്ടായ അനിശ്ചിതത്വം അവസാനിച്ചതിന് പിന്നാലെയാണ് പുതിയൊരു വെല്ലുവിളിയായി 2 ഡിവിഷനുകളിൽ, തിരുവനന്തപുരത്തെ പോത്തൻകോട് ഡിവിഷനിലും ആലപ്പുഴയിലെ വയലാർ ഡിവിഷനിലും കോൺഗ്രസിന് മുമ്പിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നത്. അതായത് പോത്തൻകോട് ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അമയ പ്രസാദാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. വയലാർ ഡിവിഷനിൽ അരുണിമ M. കുറുപ്പും മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പ്രചാരണമടക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഇത് രണ്ടും, ഈ വയലാർ ഡിവിഷനും പോത്തൻകോട് ഡിവിഷനും വനിതാ സംവരണ വാർഡുകളാണ് എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ തന്നെ ട്രാൻസ് മെന്നും ട്രാൻസ് വുമനുമുണ്ട്. അതിൽ ട്രാൻസ് വുമൻ വിഭാഗത്തിൽപ്പെടുന്നവരാണ് തങ്ങൾ എന്ന അവകാശവാദമാണ് അരുണിമയും അതോടൊപ്പം അമയ പ്രസാദ് മുമ്പോട്ട് വെക്കുന്നത്. ഈ കാര്യം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം അറിയിക്കും. പാർട്ടി നേതൃത്വത്തെയും അതുതന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം കൈവശമുണ്ട്. അത് കൃത്യമായി തന്നെ കൈമാറുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ മറ്റ് 2 സ്ഥാനാർത്ഥികളെ അവിടെ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ 2 ഡെമ്മി സ്ഥാനാർത്ഥികളെ കൂടി അതിനുവേണ്ടിയിട്ട് പാർട്ടി
കൃത്യമായി തന്നെ തയ്യാറെടുപ്പുകളോടെ മുന്നൊരുക്കങ്ങളോടെ തന്നെ 2 ഡമ്മി സ്ഥാനാർത്ഥികളെ കൂടി വെക്കുന്ന കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്ന ഈ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖവിലക്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ. അതേസമയം കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കൃത്യമായി തന്നെ 2 ഡമ്മി സ്ഥാനാർത്ഥികളെയും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. തിരുവനന്തപുരത്ത് മുട്ടടയിലെ പ്രശ്നം അവസാനിച്ചപ്പോൾ മറ്റ് 2 വാർഡുകളിലെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികളുടെ വിഷയത്തിൽ പ്രതിസന്ധികൾ ഉടലെടുത്തിരിക്കുന്നു. അതിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു മാർഗനിർദ്ദേശം വേണ്ടിവരും. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നടിയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. കേസിൽ സാക്ഷി വിസ്താരമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. വിചാരണ പൂർത്തിയായെങ്കിലും അവസാനഘട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് കേസ് പരിഗണിക്കുക. ഒരുപക്ഷെ കേസ് വിധി പറയുന്ന തീയതിയും ഇന്ന് അറിയാം. നവമി ദിനേശ് ശരിയാണ്. നവമി, അതാണ് പ്രധാനം. ദീർഘനാളായി നടക്കുന്ന ഒരു കേസാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. എത്രയോ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി. തെളിവുകൾ നിരവധിയായി ശേഖരിച്ചു. ഇനി അറിയേണ്ടത് വിധി, അന്തിമ വിധി എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ്. അതിന്ന് അറിയാം അല്ലേ? പ്രതികൾ നിരവധി തരത്തിലുള്ള വിവാദങ്ങളുണ്ടായ ഒരു കേസാണ്. ഒരുപാട് സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു കേസാണ്. നമുക്കറിയാം, ഓരോ വിചാരണ ഘട്ടത്തിലും അട്ടിമറികൾ എന്ന പരാതിയടക്കം ഉയർന്ന കേസാണ്. പ്രമുഖൻ പ്രതിയായ കേസാണ്. നവമി, വിവരങ്ങൾ. രഞ്ജിത്ത്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരിക്കും ഇന്ന് ഈ കേസ് പരിഗണിക്കുക. ഇന്ന് ചിലപ്പോൾ എന്നായിരിക്കും ആ കേസിന്റെ വിധി എന്നത് അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ജസ്റ്റിസ് ഹണി എം വർഗീസാണ് എങ്ങനെയാണെങ്കിൽ തീയതി പ്രഖ്യാപിക്കുക. നമുക്കറിയാം, 7 വർഷത്തോളമായി ഈ കേസിന്റെ വിചാരണ ഇങ്ങനെ നീളുന്നു. സംഭവം നടന്നിട്ട് ഇത്രയേറെ ആയിട്ട് പോലും കോടതിയിൽ നിന്നും വലിയ കാലതാമസമാണ് ഈ കേസിന്റെ വിചാരണ സംബന്ധിച്ചൊക്കെ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയിലടക്കം ഈ ആക്രമിക്കപ്പെട്ട നടി സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ വിചാരണ അല്ലെങ്കിൽ വിധി ഇത്രയും നീളുന്നതിനെതിരെയൊക്കെ എന്തായാലും മേൽക്കോടതിയുടെയൊക്കെ വിധിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നവംബർ മാസത്തിൽ തന്നെ വിധി ഉണ്ടാകും എന്ന് അറിയാൻ സാധിക്കുന്നത്. ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാകാൻ ഉള്ളൊരു സാധ്യതയും പറയുന്നുണ്ട്. എന്നാലും ഇന്ന് അതിലൊരു വ്യക്തത കൈവരും. 2017 ഫെബ്രുവരി 17 ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ ആക്രമിക്കപ്പെട്ടത്. ഇതിൽ 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഇയാൾ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിലെ 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം നടിക്കെതിരെ ഉണ്ടായതെന്ന കാര്യമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയായിരുന്നു നടിയെ ആക്രമിച്ച കേസ്. പിന്നീട് സിനിമാ മേഖലയിലടക്കം 2 ചേരികളായി തിരിയുകയും വലിയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായ ഒരു കേസ് കൂടിയാണ്. അങ്ങനെ നീണ്ട 7 വർഷത്തിന് ശേഷം അതിന്റെ വിധി അവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ നടൻ ദിലീപിന് അതേറെ നിർണായകമാണ്. ഈ തന്നെ വെറുതെ വിടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദിലീപ് നിൽക്കുന്നത്. പക്ഷേ ഇതിൽ എല്ലാ പ്രതികൾക്കും തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ നടിക്കുള്ളത്. 1ാം പ്രതി പൾസർ സുനിക്ക് കോടതി ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1ാം പ്രതി ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്താണ്. ഇനി എന്താണ് ഇതിന്റെ വിധി എന്നുള്ളതാണ് ഏറെ നിർണായകമാകുന്നത്. ഇന്ന് 11 മണിയോടുകൂടി കേസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കാം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും ഈ കേസിന്റെ വിധി പറയുക എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അന്താരാഷ്ട്ര അവയവ കടത്തിൽ NIAക്ക് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുവെന്ന സൂചന. കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി മധു ജയകുമാർ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ കണ്ണിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള 14 ഇരകളെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയായ മധു ജയകുമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് NIA. മനുഷ്യക്കടത്തിന് വിധേയരായ 14 ഇന്ത്യക്കാരെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. മധു ജയകുമാറിന്റെ കസ്റ്റഡി അവസാനിച്ചതിനാൽ കാലാവധി നീട്ടിക്കിട്ടാൻ വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. മധു ജയകുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ടെന്നാണ് NIA വൃത്തങ്ങൾ അറിയിക്കുന്നത്. മധു ജയകുമാറിൽ നിന്നും അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തൃശൂർ സ്വദേശി സാബിത്, എറണാകുളം സ്വദേശി സാബിത്, ഹൈദരാബാദ് സ്വദേശി ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെയാണ്
കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2019 ജനുവരി മുതൽ 2024 മെയ് വരെ കേരളത്തിൽ നിന്ന് ആളുകളെ കടത്തിയിട്ടുണ്ടെന്നാണ് NIA കുറ്റപത്രത്തിൽ പറയുന്നത്. ഇറാനിലായിരുന്ന മധു ജയകുമാറിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഇറാനിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത മധുവിനെ ഈ മാസം 7-ാം തീയതിയാണ് NIA അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഈ മാസം 19 വരെ NIA കസ്റ്റഡിയിൽ വിട്ടു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. വൻതുക വാഗ്ദാനം നൽകിയാണ് ആളുകളെ ഇറാനിലെത്തിച്ചതെങ്കിലും സർജറി കഴിഞ്ഞ ശേഷം അവരെ കബളിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. സ്വീകർത്താക്കളിൽ നിന്ന് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഈടാക്കിയാണ് അവയവക്കടത്ത് നടത്തിയതെങ്കിലും ദാതാക്കൾക്ക് നൽകിയത് 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. അതേസമയം മനുഷ്യക്കടത്ത് റാക്കറ്റിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന വിവരവും NIAയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് സംഘവുമായുള്ള ആശുപത്രികളുടെ ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. നമുക്ക് സന്നിധാനത്തേക്കൊന്ന് പോകണം. അവിടെ ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്കുണ്ട്. ദർശനത്തിനായി 12 മണിക്കൂറോളമാണ് ഭക്തർ കാത്തുനിന്നത്. 1 മിനിറ്റിൽ 65 പേരെ വരെയാണ് പടികയറ്റുന്നത്. ശബരിമലയിൽ ഇന്നു മുതൽ പ്രതിദിനം 75,000 പേർക്ക് മാത്രമായിരിക്കും ദർശനത്തിന് അവസരം. സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ 5,000-ആയി ചുരുക്കിയിട്ടുണ്ട്. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമലയിൽ കാര്യമായ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നെങ്കിലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. ഒരു ദിവസം മുൻപ് കണ്ട ഭീതിതമായ സാഹചര്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരക്ക് അനുഭവപ്പെടുന്നത് പുലർച്ചെയാണ്. രാത്രി മല കയറുന്നവർ അവർ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ നട അടയ്ക്കും. അപ്പോൾ അവർ സന്നിധാനത്ത് തുടരുന്ന സാഹചര്യം. പിന്നീട് പുലർച്ചെ പമ്പയിൽ നിന്ന് വീണ്ടും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നു. ഈ 2 കൂട്ടരും കൂടി ആകുമ്പോഴുള്ള ഒരു തിരക്കാണ് പുലർച്ചെ അനുഭവപ്പെടുന്നത്. അതൊരു 2 മണിക്കൂർ കൊണ്ട് പരിഹരിക്കപ്പെടുന്ന കാര്യമാണ്. തുടർന്ന് സുഗമമായി തന്നെ ദർശനം ലഭിക്കുന്നുവെന്ന് തന്നെയാണ് ഭക്തർ പറയുന്നത്. മാത്രമല്ല, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ മാറ്റവും ദേവസ്വം ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മാറുന്നുണ്ട്. കാരണം 25-ന് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തർ ആ തീയതിക്ക് മുൻപ് തന്നെ വരുന്ന സാഹചര്യം. 20-നോ 21-നോ 22-നോ ഒക്കെ അങ്ങനെ ഭക്തർ ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പല ദിവസങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അവർ രജിസ്റ്റർ ചെയ്യുന്ന ദിവസമല്ല ഇവിടേക്ക് വരുന്നത്, മറിച്ച് അതിന് മുൻപുള്ള ദിവസങ്ങളിലേക്ക് രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇന്നലെ 28,000 പേരാണ് അധികമായി എത്തിയത്. മറ്റു ദിവസങ്ങളിലേക്ക് ബുക്ക് ചെയ്യുകയും നേരത്തെ എത്തിയ ഭക്തരുടെ എണ്ണം കഴിഞ്ഞ ദിവസം മാത്രം 28,000-ആണ്. അതേസമയം സ്പോട്ട് ബുക്കിംഗ് നടത്തിയവർ ഇന്നലെ 14,000 മാത്രമാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളത്. 20,000 പേരെയാണ്. പക്ഷേ 6,000 പേരുടെ കുറവുണ്ടായിട്ടുണ്ട്. 70,000 പേരുടെ വിർച്വൽ ക്യൂവും 20,000 പേരുടെ സ്പോട്ട് ബുക്കിംഗും അഡീഷണലായി ഒരു 10,000 പേരെ കൂടി കയറ്റാമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ 1,00,000 പേരെ ഒരു ദിവസം കടത്തിവിടാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ശബരിമലയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി, പ്രതിസന്ധിയെക്കുറിച്ച് പ്രസിഡന്റ് തന്നെ പറഞ്ഞതോടുകൂടിയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. 5,000-ആയി സ്പോട്ട് ബുക്കിംഗ് കുറച്ചത്. തത്വത്തിൽ 75,000 പേർ മാത്രം കയറുന്ന ഒരു സാഹചര്യമാണ്. അവിടെ വിമർശനം ഉയരുന്നുണ്ട്. ഭക്തർക്ക് ദർശനത്തിനുള്ള സാഹചര്യം ദേവസ്വം ബോർഡ് നിഷേധിക്കുകയാണെന്നുള്ളത്. ആ വിമർശനം ഉള്ളപ്പോൾ തന്നെ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാവകാശം ബോർഡിന് ലഭിക്കുന്നു എന്ന സ്ഥിതിയുമുണ്ട്. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 സന്നിധാനം. ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി കുറച്ചതിനെതിരെ മലയര മഹാസഭ. തിരക്കിന്റെ പേരിൽ കാനനപാത അടയ്ക്കുന്നത് ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നാണ് വിമർശനം. ഇത് വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ശബരിമലയിലെ തിരക്ക് ഒഴിവാക്കുന്നതിൽ കാനനപാതയിലൂടെ സഞ്ചരിക്കുന്നതാണ് അഭികാമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തി ചാർജ് നടത്തിയതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി അംഗം ഷീജ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു. പാലക്കാട് കഞ്ചിക്കോട് സിഗ്നൽ തെറ്റിച്ചു വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മായപ്പള്ളം സ്വദേശി രമേശാണ് മരിച്ചത്. പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിന് ശേഷം നിർത്താതെ പോയ വാഹനം തമിഴ്നാട്ടിൽ വെച്ച് വാളയാർ പോലീസ് പിടികൂടി. പെയിന്റിംഗ് തൊഴിലാളിയായ രമേശ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു സംഭവം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. അഭിലാഷ് ചെയ്യും.